ഇത്രയും വലിയൊരു ഉപകരണം, ഒരു സർജറി ഉപകരണം വയറിൽ വെച്ച് തുന്നിക്കെട്ടി 5 വർഷം നരകയാതന അനുഭവിച്ച ഒരാൾക്ക് നീതിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇന്ന് കേരളത്തിന് വേണ്ടി നീതി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ചികിത്സാ പിഴവുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വരെ ഒരു ചികിത്സാ പിഴവിനെതിരെയെങ്കിലും ഒരു നടപടി വന്നിരുന്നെങ്കിൽ, ഒരു ശക്തമായ നടപടി വന്നിരുന്നെങ്കിൽ, പക്ഷേ ഇത് തുടരുന്നത് കുറേ ഒരുപാട് മാറ്റം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ആരും എടുക്കാൻ തയ്യാറാകുന്നില്ല. അവർക്ക് മെയിനായിട്ട് റിപ്പോർട്ട് തേടലാണ്. റിപ്പോർട്ട് തേടൽ മന്ത്രിയായി മാറിക്കഴിഞ്ഞിരിക്കും നമ്മുടെ ആരോഗ്യമന്ത്രി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ട്. ഇപ്പോൾ 8 വർഷത്തോളമായി ഈ ദുരിതവും പേര് ജീവിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി തെരുവിലാണ് നീതിക്ക് വേണ്ടി. അപ്പം ആരോഗ്യമന്ത്രി നമ്മൾ സമരപന്തലിൽ വന്ന് നീതി ഉറപ്പാക്കുന്നു, ഉറപ്പ് തന്നു, ചെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു, നഷ്ടപരിഹാരവും ചെയ്തവർക്കെതിരെ നടപടിയും എടുക്കുന്നുള്ള ഉറപ്പ് തന്നതുകൊണ്ട് നമ്മൾ ആ ഒരു സമരം പിൻവലിക്കുകയും നീതി ഉറപ്പാവുന്നുള്ള പ്രതീക്ഷയിൽ കാത്തുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നീതി വരാത്ത സാഹചര്യത്തിൽ രണ്ടാമത്തെ സമരം പ്രഖ്യാപിച്ച സമയത്ത് തുച്ഛമായ 2 ലക്ഷം രൂപ ഇത്രയും കാലത്ത് നമ്മൾ അനുഭവിച്ച, നമ്മൾ ചിലവാക്കി, നമ്മൾ എല്ലാ ചികിത്സാ ചിലവടക്കം എല്ലാത്തിനും കൂടെ ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയ്ക്ക് 2 ലക്ഷം രൂപയാണ് ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരിക്കലും നമുക്ക് പര്യാപ്തമല്ല എന്നുള്ളത് കൊണ്ട് അത് പോരാ, ഞങ്ങൾക്ക് ചിലവായ തുകയെങ്കിലും കിട്ടണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. പിന്നെ ചെയ്തവർക്കെതിരെ നടപടി എടുക്കാൻ. പക്ഷേ ഇതിലൊന്നും എവിടുന്ന് ചെയ്തു, എങ്ങനെ വന്നു എന്നുള്ളതിൽ തെളിവില്ല, എവിടുന്ന് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. റിപ്പോർട്ട് വന്നാൽ ഉടൻ പരിഹാരം, കുറ്റപത്രം വന്നാൽ ഉടൻ പരിഹാരം, അങ്ങനെ പല പല റിപ്പോർട്ടുകൾ ആരോഗ്യവകുപ്പ് തേടി. ഒരു റിപ്പോർട്ടും വെളിച്ചത്ത് വന്നതുമില്ല, എന്നതിനൊരു നടപടിയും വന്നതുമില്ല. അവസാനം സുദർശൻ സാറിൻ്റെ ACP സുദർശൻ സാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് വളരെ വ്യക്തമായിട്ട് ആ കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ നമ്മൾ രണ്ടാമത്തെ സമരം അവിടെ പിൻവലിക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് കോടതിയിലെങ്കിലും നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഹൈക്കോടതിയിൽ പോയി അവർ നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് സ്റ്റേ വാങ്ങുന്ന സാഹചര്യം. നമ്മളെ വാദം കേൾക്കാനോ നമുക്ക് വേണ്ടി ഹാജരാവേണ്ടിയിരുന്ന ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ അവിടെ ഹാജരായിട്ടോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ വാദം കേൾക്കാനും ഉണ്ടായില്ല. നമ്മൾക്ക് പറയാനുള്ളതോ ഒന്നും അല്ലെങ്കിൽ അത്രയും വ്യക്തമായ തെളിവുകളുള്ള ആ ഒരു കാര്യത്തിന് ഒരിക്കലും സ്റ്റേ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവിടെ നമ്മൾക്കെതിരായിട്ടാണ് ഗവൺമെൻറ് നിന്നത് എന്നുള്ള ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയും വാങ്ങി നിൽക്കുന്ന ഒരവസരത്തിൽ നമ്മൾ കോമ്പൻസേഷന് വേണ്ടി സിവിൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തീരുമാനമായി വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോടതിൻ്റെ ഒരു നിയമം അനുസരിച്ച് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നഷ്ടം നികത്താനുള്ള ഒരു തുടർ ചികിത്സക്കെങ്കിലും ഉള്ള എന്തെങ്കിലും ഒരു രൂപത്തിലുള്ള ഒരു സഹായം നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ എപ്പോഴും കൂടെയുണ്ട് എന്ന് പതിവ് പല്ലവിയല്ലാതെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ 4 വർഷമായിട്ടും 8 വർഷമായി ദുരിതം അനുഭവിക്കുന്നു. 4 വർഷമായി നീതിക്ക് വേണ്ടി അവരെ മുന്നിൽ ഇറങ്ങി നടക്കുന്നു. എപ്പോഴും സ്ത്രീപക്ഷ സർക്കാരാണ്, ആരോഗ്യമന്ത്രി സ്ത്രീയാണ്, അമ്മയാണ്, വനിതാ ശിശുക്ഷേമ വകുപ്പ് വികസന മന്ത്രിയാണ്. പക്ഷേ ഒക്കെ പറച്ചില്ലെന്നല്ലാതെ നമ്മളെ ഭാഗത്തേക്ക് ഒരു തരത്തിലുള്ള നീതിയും ഇന്ന് വരെ ഈ നിമിഷം വരെ വന്നിട്ടില്ല. എപ്പോഴും നമ്മൾ അർച്ചനയുടെ കൂടെ സർക്കാരുണ്ട്, വാക്കുകൾ കൊണ്ടുപോകും. ഇതിനൊരു നീതി ഉണ്ടായാൽ മതിയാവും, നമുക്കൊരു പരിഹാരം ഉണ്ടായാൽ മതിയാവും. ഇപ്പോഴും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തുടർ ചികിത്സക്ക് പണമില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് സഹായമായിട്ട് വന്ന പ്രതിപക്ഷ നേതാവ് വളരെയധികം വലിയൊരു സഹായമാണ് ചെയ്തിട്ടുള്ളത്. 1 ലക്ഷം രൂപ അദ്ദേഹം തന്ന ആ ഒരു പണം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പണം കഴിഞ്ഞ ഒരു അവസരത്തിൽ നമ്മൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല സാർ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറ് നമുക്ക് 1 ലക്ഷം രൂപ കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ വലിയൊരു സഹായമാണ്. കാരണം ഈ ഒരു പ്രയാസം കൊണ്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സും ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അടഞ്ഞു നിൽക്കുന്ന ഈ ഒരവസ്ഥയിൽ വളരെയധികം മാനസികവും ശാരീരികവും സാമ്പത്തികമായിട്ട് എല്ലാം കൊണ്ടും തളർന്നൊരവസരത്തിൽ വലിയൊരു സഹായമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഒരു തരത്തിലും ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ്, മെഡിക്കൽ കോളേജിൽ നിന്നാണ് പ്രതികളെ കണ്ടെത്തി, എന്നിട്ട് പോലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും നമുക്ക് നീതി, നമ്മൾ നേരിട്ട് അവഗണന എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ് പറ്റിച്ചതാണ് ആരോഗ്യമന്ത്രി. ഇത്രയും ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി തന്നെ നമുക്ക് വാക്ക് തന്നിട്ടുള്ളത്. ആ വാക്കിനൊന്നും യാതൊരു വിലയില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെ അവഗണിക്കാൻ മാത്രം നമ്മളാണോ അല്ലെ നമ്മൾ സ്വയം വീങ്ങിയതാണോ പറ്റുക എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പം വളരെ വലിയൊരു അവഗണനയാണ് നമ്മളോട് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിൻ്റെ വസതിക്ക് മുന്നിൽ നേരിട്ട് വന്ന് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളൂ. എന്തായാലും ശക്തമായി പോരാട്ടമായിട്ട് മുന്നോട്ട് പോകും. നീതി കിട്ടിയേ മതിയാവും. ഇനി ഒരാൾക്കും ഈ ഒരു ദുഃഖത്തിൽ ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ്. വന്ദനാദാസിൻ്റെ ഒരു മരണത്തിൽ ആ ഒരു സമയത്ത് ആരോഗ്യ വകുപ്പിലുള്ളവർക്കും ആരോഗ്യ രംഗത്തുള്ളവർക്ക് സംരക്ഷണ നിയമം കൊണ്ടുവന്നു. അത് വളരെ ശക്തമായ സംരക്ഷണ നിയമം. അതുപോലെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക്, രോഗികൾക്ക് എന്തുകൊണ്ടൊരു സംരക്ഷണ നിയമം ഇല്ല എന്നുള്ളതാണ്. കാരണം മനഃപൂർവ്വമുള്ള ഇത്തരം അശ്രദ്ധകൾ കാരണം ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് മനുഷ്യർക്ക് ജീവനും നഷ്ടപ്പെട്ട് എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും അത് ഒരു തരത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഒരു തരത്തിലൊരു നടപടി വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത്തരം സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക്, രോഗികളായി എത്തുന്നവർക്ക് ഒരു ശക്തമായ ആരോഗ്യ സംരക്ഷണ നിയമം വേണം എന്നുള്ളത് കൂടാണ് നമ്മളൊരു ആവശ്യം. കാരണം അത്രയും പ്രയാസം അനുഭവിച്ച, ഇതിൻ്റെ എല്ലാ ദുരിത ഫലങ്ങളും അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്നൊരു സംരക്ഷണ നിയമം വേണം എന്നുള്ളതാണ്.